ഇംഗ്ലീഷ് വൊക്കാബുലറിയിൽ ഒൺവേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ്റെ ക്ലാസ്സുകൾ തുടങ്ങാം. 10 ഒൺവേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ചിട്ടായിരിക്കും ക്ലാസ് ഇടുന്നത്. ഫസ്റ്റ് വൺ ഏത്തിയസ്റ്റ്. അപ്പോൾ അത് നമുക്കറിയാവുന്നതാണ്. എ പേഴ്സൺ ഹൂ ഡസ് നോട്ട് ബിലീവ് ഇൻ ഗോഡ്, അതായത് ദൈവത്തിൽ വിശ്വസിക്കാത്തവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്ന ഏത്തിയസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഏത്തിയസ്റ്റ്. ഓക്കെ. അടുത്ത് എ പ്ലേസ് വെയർ എയറോപ്ലെയിൻസ് ആർ കെപ്റ്റ്. എയറോപ്ലെയിൻസ് ഒക്കെ പാർക്ക് ചെയ്യുന്ന ആ ഒരു സ്ഥലത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹങ്ങർ. സ്പെല്ലിംഗ് നോക്കുക, HANGAAR ആണ്. ഓക്കെ. അടുത്ത് ദ ആക്ട് ഓഫ് സ്പീക്കിംഗ് ഡിസ്റെസ്പെക്ട്ഫുള്ളി അബൌട്ട് സാക്രഡ് തിങ്സ്. സാക്രഡ് തിങ്സിനെ ഡിസ്റെസ്പെക്ട്ഫുള്ളി ആയിട്ട് സംസാരിക്കുന്നതിനെ നമ്മൾ എന്ത് വിളിക്കും? ബ്ലാസ്ഫേമി, അതായത് ദൈവനിന്ദ എന്നൊക്കെ പറയാം. ബ്ലാസ്ഫേമി. നെക്സ്റ്റ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡി ഓഫ് ഹ്യൂമൻ പോപ്പുലേഷൻ. ഹ്യൂമൻ പോപ്പുലേഷനെ കുറിച്ചുള്ള പഠനമാണ് എന്ത്? ജനസംഖ്യാശാസ്ത്രം, അതായത് ഡെമോഗ്രഫി. A person who performs magic to entertain people is called a magician. Okay. അടുത്ത ഹാവിങ് അൺലിമിറ്റഡ് പവർ. അൺലിമിറ്റഡ് പവർ ഉള്ളതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഒംനിപൊട്ടൻറ്റ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒംനിപൊട്ടൻ്റ് ആണ് എന്ത്? ഹാവിങ് അൺലിമിറ്റഡ് പവർ എന്ന് പറയുന്ന. ഓൺ ഹൂ ഈറ്റ്സ് ഫ്ലഷ് ഓഫ് ഹിസ് ഓൺ സ്പീഷീസ്. കാനിബൽ, അതായത് നരഭോജി എന്ന് പറയും. കാനിബൽ. ദ സ്റ്റഡി ഓഫ് കോയിൻസ്. കോയിൻസിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡിയാണ് ന്യൂമിസ്മാറ്റിക്സ് എന്ന് വിളിക്കുന്ന. ദ സ്റ്റഡി ഓഫ് കോയിൻസ് ആർ കാൾഡ് ന്യൂമിസ്മാറ്റിക്സ്. നെക്സ്റ്റ് ആൻ ഇമ്പോർട്ടൻ്റ് പേഴ്സൺ ഹൂ റെപ്രസെൻറ്റ്സ് ഹിസ് ഓർ ഹർ കൺട്രി ഇൻ എ ഫോറിൻ കൺട്രി. എന്ത് വിളിക്കും നമ്മൾ? അംബാസിഡർ. നമുക്കറിയാവുന്നതാണ്. നെക്സ്റ്റ് എ സ്മാൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹൂ സ്പെൻഡ് ദെയർ ടൈം ടുഗദർ ആൻഡ് ഡു നോട്ട് വെൽക്കം അതർ പീപ്പിൾ ഇൻ ടു ദാറ്റ് ഗ്രൂപ്പ്. അതായത് ചെറു സംഘം എന്നൊക്കെ പറയും. എ സ്മാൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ്. അവർ ഒരുമിച്ചായിരിക്കും എന്ത് ചെയ്യുന്ന സമയം സ്പെൻഡ് ചെയ്യുന്നത്. വേറെ ആരെയും ആ ഒരു ഗ്രൂപ്പിലോട്ട് അവർ ക്ഷണിക്കുന്നില്ല. അങ്ങനെയുള്ളത് നമ്മൾ ഒൺവേർഡ് എന്ത് പറയും? ക്ലിക്ക് എന്നാണ് പറയുന്നത് കേട്ടോ. CLIQUE.